അയാൾ ഭരതനാട്യം ഡാൻസ് കളിച്ചുകൊണ്ട് സോപ്പിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ കയ്യിലിരുന്ന സോപ്പ് വഴുതി ജനലിലൂടെ പുറത്തു വീഴുന്നു. അവിടെ സെക്യൂരിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ മുകളിൽ ചവിട്ടി പറന്നു തെറിച്ച് വീഴുന്നു. അങ്ങനെ വീഴുമ്പോൾ തോക്കിൽ അറിയാതെ വിരൽ കൊണ്ട് ഗൺ ഫയറായി അടുത്തു നിന്ന സെക്യൂരിറ്റിയും മരിച്ചുപോയി. അപ്പോഴും ആ സോപ്പ് പടിക്കെട്ട് വഴി ഉരുണ്ട് താഴെ പോയി. താഴെ സർവന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുളകുപൊടിയിൽ പോയി വീഴുന്നു. ആ മുളകുപൊടി കണ്ണിൽ വീണ് അയ്യോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അങ്ങനെ നിൽക്കുന്നു. സൈഡിൽ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്താ മോളെ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ പെട്ടെന്ന് അയാളുടെ വയറിൽ കത്തി കുത്തി കയറുന്നു. അയാളും പെട്ടെന്ന് വേദനയിൽ കയ്യിലുണ്ടായിരുന്ന ഡ്രിൽ മെഷീൻ ആ സ്ത്രീയുടെ മുഖത്ത് കൊള്ളുന്നു. അങ്ങനെ രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. പിന്നെയും ആ സോപ്പ് നിൽക്കാതെ വഴുതിപ്പോയി അടുത്ത് ഒരുത്തൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ സോപ്പ് വഴുതി പെട്ടെന്ന് വീണ് അടുത്തുള്ള പ്രതിമയിൽ കത്തി പോലെ ഒരു വസ്തു ഉണ്ടായിരുന്നു. അതിൽ കുത്തി അയാളും മരിച്ചു പോകുന്നു. പിന്നെയും ആ സോപ്പ് വഴുതിപ്പോയി അടുത്ത് ഒരു പെണ്ണ് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കറന്റ് ബോക്സിൽ തട്ടി തടഞ്ഞ് വെള്ളത്തിൽ വീഴുന്നു. ആ ഷോക്ക് വെള്ളത്തിൽ സ്പ്രെഡായി ആ പെണ്ണും പരലോകത്ത് പോകുന്നു. ഇത്രയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇപ്പോഴും ഭരതനാട്യം കളിച്ചുകൊണ്ടിരിക്കുന്നു. കുളിച്ചു കഴിഞ്ഞ് പോയി ഡ്രസ്സ് മാറ്റി പുറത്തു വന്നാൽ കാണുന്നത് എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ സോപ്പിന് എന്തെങ്കിലും ബാധ കയറിയതായിരിക്കുമോ?